ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈനിങ് വെച്ച സ്ലീവ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് റെഡിയാക്കുക നോക്കാം. അപ്പോൾ ഞാൻ ലൈനിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശത്ത് നല്ല തുണിയുടെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടിയിൽ, അതായത് കൈവണ്ണത്തിൻ്റെ ഭാഗം ഉണ്ടാവില്ല, അവിടെ സ്റ്റിച്ച് ചെയ്യാം. ഒരു സ്റ്റിച്ച് കൊടുക്കുക, 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ. ഇനി അതിന് ശേഷം നമുക്ക് നല്ല തുണി മാറ്റി വെച്ചിട്ട് പതിച്ചടിക്കണം. ലൈനിങ്ങിലേക്കാണ് പതിച്ചടിക്കേണ്ടത്. അപ്പോൾ എൻ്റെ നല്ല തുണി നെറ്റ് പോലെ അത്രക്കും നേരിയ തുണിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ ലൈനിങ്ങിലേക്ക് വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മാറിപ്പോകരുത്, ലൈനിങ്ങിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡിയാക്കി വെച്ചിട്ട് നേരെ വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. ഓക്കെ. വേണ്ട, എൻ്റെ തുണി കുറച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്ന തുണിയാണ്, ഷിഫോൺ പോലത്തെ തുണിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഇനി നമുക്ക് നേരെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല തുണി എടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ പീസ് മാത്രമാണ്, നമ്മുടെ അളവിനനുസരിച്ചിട്ടല്ല. അപ്പോൾ ലൈനിങ്ങിലാണ് ഞാൻ അളവ് വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ആ ഒരു അളവ് നോക്കിയിട്ട് നല്ല തുണി നീറ്റായിട്ട് പിടിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തായാലും 2 തുണിയൊന്നും വെച്ചിട്ട് നമുക്ക് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ. ഇനി ബാക്കിയുള്ള പീസസൊക്കെ നമുക്ക് വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. നീറ്റായിട്ട് വെട്ടിക്കളയാം. കറക്റ്റായിട്ട് ആ അളവിൽ തന്നെ വെട്ടിക്കളയണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് ബോഡിയിലേക്ക് വെക്കുമ്പോൾ കാണാനൊരു ശരി ഉണ്ടാവില്ല. ഓക്കെ. നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് സ്ലീവിൽ. കാരണം പ്ലെയിനായ സ്ലീവ് ആയതുകൊണ്ട് ഒന്നുമില്ല, ടോപ്പിൻ്റെ ഒരു ചെറിയ പീസ് മുറിച്ചെടുത്തിട്ട് അത് ഈ സ്ലീവിൻ്റെ അടിഭാഗത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണത്. മടക്കി 2 വശവും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. പ്ലെയിൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എപ്പുറത്തേക്ക് മടക്കിയിട്ട് ചെയ്താൽ മാത്രം മതിയാവും, അത്രേ വേണ്ടൂ. ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്നേ കാണിക്കുന്നുള്ളൂ, 2 സ്ലീവും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ് വെക്കുമ്പോൾ, അതായത് നമ്മൾ ലൈനിങ് പീസിലേക്ക് നല്ല പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്ലീവ് രണ്ടും മാറിപ്പോകരുത്. നല്ല വശവും തന്നെ എടുത്തിട്ട് ചെയ്യണം. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള തുണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കുഴിച്ച് വെട്ടിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെ ആയിപ്പോകും. അങ്ങനെ ആയിപ്പോകരുത്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് നമ്മുടെ ചുരിദാറിൻ്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ബോഡി പീസ് എടുക്കാം. നമ്മളെല്ലാ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞതാണ്. ഇനി ബോഡി പീസ് എടുക്കാം. അതിലേതെങ്കിലും ഒരു ഭാഗം വയ്ക്കാം. സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വയ്ക്കാം. അതിലേക്ക് കറക്റ്റായിട്ട് നോക്കണം. സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ട് ബോഡിയുടെ നല്ല വശത്തേക്ക് സ്ലീവിൻ്റെ നല്ല വശം വയ്ക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യണം ഫസ്റ്റ് തന്നെ, ഏതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെയാണോ കുഴിച്ച് വെട്ടിയ ഭാഗം വരുന്നത് എന്ന് നോക്കണം. അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതെന്തായാലും നോക്കണം. പിന്നെ അഴിച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതെന്തായാലും ചെയ്യണം, ശ്രദ്ധിക്കണം. എന്നിട്ട് ഷോൾഡറിൻ്റെ വശത്തുനിന്ന് 2 വശത്തേക്കും അടിച്ച് ഇറക്കിയാൽ മതി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫസ്റ്റ് മുതലേ അടിച്ചിറക്കുകയാണ്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക. അല്ലാത്തവർ
ശ്രദ്ധിക്കണം. ഇനി എന്തായാലും 2 സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം, അത് മസ്റ്റാണ്. 2 സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം. പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇടുമ്പോഴൊക്കെ ചിലപ്പം കുറച്ച് ടൈറ്റൊക്കെ ആണെങ്കിൽ വലിച്ചിട്ടൊക്കെ ഇടുന്നതാണെങ്കിൽ ചിലപ്പം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും പിന്നെയും അവർ പിന്നെ തരില്ല, നമ്മൾ സ്റ്റിച്ച് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരില്ല. അതുകൊണ്ട് അതൊക്കെ അവിടെയൊക്കെ ഷോൾഡറിൽ എല്ലാം ഡബിൾ സ്റ്റിച്ച് എന്തായാലും കൊടുക്കണം. ഓക്കെ, ഇനി ഞാൻ രണ്ടാമത്തെ അപ്പുറത്തെ സ്ലീവും ചെയ്യാണ്. സ്ലീവിൻ്റെ നല്ല വശവും ബോഡിയുടെ നല്ല വശവും അത് ശ്രദ്ധിക്കുക. മാറിപ്പോയത് എനിക്ക് മാറിപ്പോയിട്ടുണ്ട്, അതാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. എനിക്ക് മാറിപ്പോയിട്ടൊക്കെ ഉണ്ടായത് കൊണ്ട് എന്നിട്ട് ഞാൻ പിന്നെയും അഴിച്ച് പിന്നെയും സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ വലിഞ്ഞിട്ടും സ്ലീവിൻ്റെ ഭാഗം വലിഞ്ഞിട്ടൊക്കെ വരും. കാരണം നമ്മൾ ക്രോസ് ആയിട്ടൊക്കെയാണല്ലോ വെട്ടുന്നത്, വലിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതെല്ലാം കൊണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എടുക്കണം. ബൈ.